വലിയൊരു കഥയില്ല. എന്നിരുന്നാലും ജനപ്രിയ നായകനായതുകൊണ്ടാണ് ഈ ഒരു സിനിമ ഇത്രയും മുന്നേറി നിൽക്കുന്നത്. ഹലോ ഗെയ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നിങ്ങളിപ്പോ കണ്ടത് നമ്മുടെ ദിലീപേട്ടൻ നായകനായ ബബ്ബപ്പ എന്ന സിനിമയിലെ ഇൻട്രോ സീനാണ്. ഈ സീൻ അങ്ങ് തുടങ്ങി കഴിയുമ്പോണ്ടല്ലോ തിയേറ്റർ ഫുള്ള് കയ്യട്ടിയിട്ട് ബഹളം. കാരണം നമുക്ക് ഈ സംഭവങ്ങളൊന്നും കേൾക്കാനേ പറ്റത്തില്ല, അമ്മാതിരി റീച്ച. എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഈ പടം ഒരു അഴിഞ്ഞാട്ടമാണ്. ജനപ്രിയ നായകന്റെ കമ്പാക്കാണ്. നമ്മുടെ ലാലേട്ടൻ പടത്തിന്റെ അകത്തുണ്ട്. എന്തുകൊണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി, മനസ്സ് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ പടം പോയി കണ്ട് അടിപൊളിയായിട്ട് മനസ്സ് നല്ല സന്തോഷത്തോടു കൂടി തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാം. അത് ഞാൻ 100% ഗ്യാരണ്ടി പറയുന്നു. നിങ്ങളെല്ലാവരും അറിഞ്ഞതുപോലെ തന്നെ ഈ കഥ ഒരു ജെന്യൂനിറ്റി, പിന്നെ കുറച്ച് ലോജിക്ക്, ഈ സംഭവങ്ങളൊക്കെ മാറ്റി നിർത്തുവാണെങ്കിൽ നല്ലൊരു അടിപൊളി ബ്ലോക്ക് ബസ്റ്റർ പടമാണ്. ഈ പടം റിലീസ് ആയതിന്റെ തലേദിവസം തൊട്ട് ഇന്ന് വരെ, ഇന്ന് ഏകദേശം 2 ദിവസമായിട്ടുണ്ട്, ഇന്ന് വരെ ഒരു ഒറ്റ തിയേറ്ററിലും ടിക്കറ്റ് ബാക്കിയില്ല. ടിക്കറ്റ് ബാക്കിയുള്ള 1-2 ഫ്രണ്ട് സീറ്റിൽ അല്ലെങ്കിൽ ഫ്രണ്ട് റോയിൽ മാത്രമേ ഉള്ളൂ. അമ്മാതിരി റഷാണ് ഈ പടത്തിന്. ഇനിയിപ്പോ പടത്തിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പടം ഒരു ആവറേജ് ആണ്. ആവറേജ് ഒരു സീനിൽ നിൽക്കുന്ന ഒരു സിനിമയാണ്. കാരണം കഥാപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ തന്നെ വലിയൊരു കഥയില്ല. എന്നിരുന്നാലും ജനപ്രിയ നായകനായതുകൊണ്ടാണ് ഈ ഒരു സിനിമ ഇത്രയും മുന്നേറി നിൽക്കുന്നത്. കാരണം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് 8 വർഷത്തോളം ദിലീപിനെ എല്ലാവരും തള്ളിക്കളയുകയും ദിലീപിനെ മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം വിധി വന്നപ്പോൾ ദിലീപ് കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞു. അപ്പോൾ മലയാളികളുടെ ആവശ്യമാണ് ഈ ഒരു നടൻ ഈ ഒരു ഫീൽഡിൽ വന്ന് നിറഞ്ഞു നിൽക്കുക, മലയാള സിനിമയുടെ തലപ്പത്ത് എത്തുക എന്നത്. അതിനുവേണ്ടി നമ്മുടെ ലാലേട്ടനും ഒരു വലിയ സഹായമാണ് ഈ സിനിമയിലൂടെ ഉദ്ദേശിച്ചത്. അപ്പൊ ആവറേജ് ഉള്ള ഒരു സിനിമ എങ്ങനെ പോയാലും ഈ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തതിനെ ബ്ലോക്ക് ബസ്റ്റർ ആക്കിയിരിക്കും. അതാണ് ഈ ഒരു ബബ്ബപ്പ എന്ന സിനിമയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം ചെല്ലുമ്പോൾ മൗത്ത് പബ്ലിസിറ്റി വർദ്ധിച്ച് ഈ സിനിമ നല്ല അടിപൊളിയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടും ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് പോയി കാണാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉഗ്രം മൂവിയാണ് ബബ്ബപ്പ.